Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. വേറിട്ട പദ്ധതിയുമായി ജനശ്രദ്ധ നേടുകയാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത്. ഏഴോം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ഏഴോം സഫാരി പദ്ധതിക്ക് തുടക്കമായി. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കുക, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം. ഇതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൈക്കിളുകൾ വാങ്ങി ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ പറഞ്ഞു. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഏഴോം സഫാരി. ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം നേരിടുന്നുണ്ട്. മറ്റൊന്ന് ഇന്ധന ലാഭം എന്ന നമ്മുടെ ഒരു പ്രധാന കാർബൺ ന്യൂട്രൽ എന്ന ഒരാശയം. ഇപ്പോൾ ചെറിയൊരു ആവശ്യത്തിന് പോലും നമ്മുടെ ആളുകൾ ഓട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വകാര്യ വാഹനം എടുത്തിട്ട് വെറുതെ ഇന്ധനം ആവശ്യമില്ലാതെ കത്തിക്കുന്ന ഒരവസ്ഥ പൊതുവേ ഉണ്ട്. ഏഴോം സഫാരി ഉദ്ഘാടനത്തിന് ശേഷം എം വിജിൻ MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദനും സൈക്കിളിൽ യാത്ര ചെയ്തു. പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര ഏഴോം, കണ്ണോം, നങ്കലം, കോട്ടക്കീൽ വഴി ഏഴിലം ടൂറിസം സെന്ററിൽ സമാപിച്ചു. തൃക്കരിപ്പൂർ, കണ്ണൂർ തുടങ്ങിയ സൈക്കിൾ ക്ലബ് അംഗങ്ങളും സൈക്കിൾ സഫാരിയിൽ പങ്കെടുത്തിരുന്നു. പദ്ധതി മാതൃകാപരമാണെന്ന് എം വിജിൻ MLA പറഞ്ഞു. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നൂതന പദ്ധതിയാണ് ഏഴോം സഫാരി. വളരെ വ്യത്യസ്തമായ രീതിയിൽ പഞ്ചായത്ത് തന്നെ ഫണ്ടിൽ സൈക്കിളുകൾ ഏഴോം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് CDS മുഖാന്തരം നിയന്ത്രിക്കുകയും ഏഴോം പഞ്ചായത്തിലെ ഏത് ജനങ്ങൾക്കും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഈ ഏഴോം സഫാരിയുടെ ഭാഗമായി സൈക്കിൾ യാത്ര ഏഴോത്തിൻ്റെ ടൂറിസം സാധ്യതകളെ കണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഇന്ധന ലാഭം ഉണ്ടാക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ്. വ്യായാമം അതും വളരെ പ്രധാനപ്പെട്ടത്. ഇതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് ഉൾപ്പെടെ പദ്ധതി വിഭാവനം ചെയ്തുകൊണ്ടാണ് ഏഴോം സഫാരി ഇന്ന് ഏഴോം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. P. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. KN ഗീത, KK ദിലിന, MK ലത, പ്രശാന്ത് കണ്ണൂർ, TMC ഇബ്രാഹിം, M. ചന്ദ്രശേഖരൻ, PK വിശ്വനാഥൻ, KP അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. T. ഗോവിന്ദൻ സ്മാരക നാഷണൽ വോളിയുടെ ഭാഗമായി പയ്യന്നൂർ വാക്കത്തോൺ സംഘടിപ്പിച്ചു. കൊച്ചി റെയിൽവേ മേൽപ്പാലം മുതൽ വോളിബോൾ നടക്കുന്ന ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയം വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂരിൽ നടക്കുന്ന T. ഗോവിന്ദൻ സ്മാരക നാഷണൽ വോളിയുടെ ഭാഗമായി ലഹരിയുടെ ഒളിയിടങ്ങളല്ല, ഒരുമയുടെ കളിയിടങ്ങൾ തുറക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി കൊച്ചി റെയിൽവേ മേൽപ്പാലം മുതൽ വോളിബോൾ നടക്കുന്ന ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയം വരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. പയ്യന്നൂരിലെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, മാധ്യമ, കായിക മേഖലകളിലെ പ്രമുഖർ വാക്കത്തോണിൽ പങ്കാളികളായി. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. TI മധുസൂദനൻ MLA, M. വിജിൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, നഗരസഭാ കൗൺസിലർമാരായ KK ഫൽഗുനൻ, ഇക്ബാൽ പോപ്പുലർ, KK ഗംഗാധരൻ, T. വിശ്വനാഥൻ, M. പ്രസാദ്, VK നിഷാദ്, V. ബാലൻ, ലോക ബോക്സിംഗ് താരം KC ലേഖ, പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ, സിനിമാ താരങ്ങളായ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, KU മനോജ്, കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം ഉണ്ണിക്കാനായി, മാസ്റ്റേഴ്സ് മീറ്റ് ചാമ്പ്യൻ ആദ്യസി നാരായണൻ നായർ, എഴുത്തുകാരൻ PK സുരേഷ്,
ഗിന്നസ് ജേതാവ് ചാൾസൺ ഏഴിമല, ദേശീയ വനിതാ വോളി താരം ജോമോൾ, കവി മാധവൻ പുറച്ചേരി, സായി കോച്ച് ടി ബാലചന്ദ്രൻ, പയ്യന്നൂർ CI ശ്രീഹരി KP, ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, കുഞ്ഞിക്കണ്ണൻ ഡോക്ടർ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി K ശിവകുമാർ തുടങ്ങിയവർ വാക്കത്തോണിൽ പങ്കെടുത്തു. ഫാസ്റ്റ് അക്കാദമി കാങ്കോൾ, കാനായി വോളി അക്കാദമി, കണ്ടങ്കാളി വോളി അക്കാദമി, മാത്തിൽ ഫുട്ബോൾ അക്കാദമി എന്നിവിടങ്ങളിലെ കുട്ടികൾ, പയ്യന്നൂരിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ SPC NSS വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ലഹരിവിരുദ്ധ വാക്കത്തോണിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് ജില്ലയിലെ പോലീസ് സൗഹൃദ ഫുട്ബോൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിലെ പോലീസ് വിവിധ സ്റ്റേഷൻ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള സൗഹൃദ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. വെള്ളാപ്പ് സിന്തറ്റിക് ടർഫിൽ നടന്ന 6s ടൂർണമെന്റ് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ബേക്കൽ സബ് ഡിവിഷനുകളിലായുള്ള 8 ടീമുകൾ മാറ്റുരച്ച വീറും വാശിയും നിറഞ്ഞ ഫുട്ബോൾ ടൂർണമെന്റിൽ കാസർഗോഡ് സബ് ഡിവിഷൻ ടീം ജേതാക്കളായി. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കാസർഗോഡ് സ്പെഷ്യൽ യൂണിറ്റ് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റ് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പോലീസും എക്സൈസും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും ജനങ്ങളൊട്ടാകെ നമ്മുടെ യുവാക്കളെ ലഹരിയിലേക്ക് കടന്നു ചെല്ലാതെ ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ, തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കളിസ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലീസ് തന്നെ മുന്നിട്ടിറങ്ങി പോലീസിന്റെ ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ കുട്ടികളെയും അതുപോലെ ഈ ജില്ലയിലെ മുഴുവൻ യുവാക്കളെയും നേർവഴിക്ക് നയിക്കാൻ ഈ ഒരു മത്സരങ്ങൾ ഇടയാവട്ടെ. കാസർഗോഡ് SI KP വി രാജീവൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KM ഫരീദ ബീബി സമ്മാനദാനം നിർവഹിച്ചു. ബേക്കൽ SIമാരായ K പ്രകാശ്, P സതീഷ്, ഫുട്ബോൾ കൂട്ടായ്മ കൺവീനർ K സജീഷ്, P രതീഷ്, A നൂർ മുഹമ്മദ്, K സിദ്ദിഖ്, N റംഷാദ്, C ഹാരിസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ദ്രാവിഡ ഗോത്രകലാ അക്കാദമിയും ഫോക്ലാൻഡ് ഇന്റർനാഷണലും സംയുക്തമായി മംഗലം കളി പരിശീലന കളരി സംഘടിപ്പിച്ചു. 590ഓളം പേരാണ് പരിശീലന കളരിയിൽ പങ്കെടുത്തത്. ദ്രാവിഡ ഗോത്രകലാ അക്കാദമിയും ഫോക്ലാൻഡ് ഇന്റർനാഷണലും സംയുക്തമായി മംഗലംകളി പരിശീലന കളരി സംഘടിപ്പിച്ചു. സ്കൂൾ കലോത്സവത്തിൽ മംഗലംകളി വിധികർത്താക്കളാകുന്നതിനും കുട്ടികളെ പരിശീലിപ്പിക്കുന്നവർക്കുമാണ് ദ്വിദിന മംഗലംകളി ശില്പശാല സംഘടിപ്പിച്ചത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 50 പേരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. കുരുവന്ദനത്തോടെയാണ് പരിശീലന പരിപാടിക്ക് തുടക്കമായത്. ആദ്യ സെഷനിൽ മലവെട്ടുവൻ, മംഗലംകളി, കൊട്ടും പാട്ടും ചുവടുകളും എന്നിവയ്ക്ക് നിതിൻ കോട്ടമല, പ്രഭു കുവപ്പാറ എന്നിവർ നേതൃത്വം നൽകി. 2 ദിവസത്തെ പരിശീലന കളരിയാണ് സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം കിഴക്കാനി AKG വായനശാല ഗ്രന്ഥാലയം 41ാം വാർഷികാഘോഷവും K ഗംഗാധരൻ സ്മാരക ഹാൾ ഉദ്ഘാടനവും നടന്നു. M വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം കിഴക്കാനി AKG വായനശാല ഗ്രന്ഥാലയം 41ാം വാർഷികാഘോഷവും K ഗംഗാധരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും M വിജയൻ MLA നിർവഹിച്ചു. കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. വായനശാലയുടെ നവീകരണം ഈ നാട് ആഗ്രഹിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1984 മുതൽ കിഴക്കാനി പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ വായനശാലയുടെ രൂപീകരണത്തിന് ശേഷം ഘട്ടം ഘട്ടമായ വളർച്ചയിലൂടെ ഘട്ടഘട്ടമായ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലൂടെയാണ് ഈ വായനശാലയുടെ പ്രവർത്തനം ഈ നാട് കൂട്ടായി മുന്നോട്ട് കൊണ്ടുപോയത്. സമീപകാലത്ത്
വായനശാലയുടെ അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കണം എന്ന കൂട്ടായ തീരുമാനം വായനശാലയുടെ ഭാരവാഹികൾ ചേർന്നെടുക്കുകയുണ്ടായി. പടിയ കിഴക്കാനി വായനശാല, AKG സ്മാരക വായനശാലകളുടെ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഞാനെല്ലാം എൻ്റെ ബാലസംഘത്തിൻ്റെ കാലഘട്ടം മുതൽ എത്രയോ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഈ കിഴക്കാനിയുടെ വായനശാലയിൽ വന്നിട്ടുണ്ട്. കെ പത്മനാഭൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PK ഷീബ, VT അമ്പു, K. സതീശൻ, U. ഭാസ്കരൻ, C. മോഹനൻ മാസ്റ്റർ, C. രാകേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ആണ്ടാംകോവൽ പൂക്കളം റോഡിന്റെ ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് ടാറിംഗ് ചെയ്തത്. MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവിൽ ടാറിംഗ് നടത്തിയ കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ആണ്ടാംകോവൽ പൂക്കളം റോഡിന്റെ ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. നമ്മൾ കഴിഞ്ഞ തവണ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ എടുത്തതാണ്. പക്ഷേ നമുക്ക് പാർലമെന്റ് ഇലക്ഷൻ കൂടി വന്നിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് നമുക്ക് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മഴ വന്നു. മഴ മാറിയുള്ളത് ഇതിന്റെ മറ്റൊരു ഭാഗം അത് MLA ഫണ്ടിൽ നിന്നിപ്പോൾ 15 ലക്ഷം രൂപ, MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയും ഇപ്പോൾ അതിന്റെ തുടർന്നുള്ള ഭാഗത്തിന് വെച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ PK ഷീബ അധ്യക്ഷത വഹിച്ചു. KP വിശ്വനാഥൻ, U. ഭാസ്കരൻ, PV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പറവൂർ കുണ്ടയാട് അങ്കണവാടിയിലെ വർണ്ണക്കൂട്ട് കൗമാര ക്ലബിലെ കുട്ടികൾ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ ഷോർട്ട് വീഡിയോ പ്രദർശനം നടത്തി. പരിയാരം പോലീസ് SHO MP വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പറവൂർ കുണ്ടയാട് അങ്കണവാടിയിലെ വർണ്ണക്കൂട്ട് കൗമാര ക്ലബിലെ കുട്ടികൾ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ ഷോർട്ട് വീഡിയോ പ്രദർശനം പറവൂർ അഴീക്കോടൻ സ്മാരക വായനശാലയിൽ നടന്നു. പരിയാരം പോലീസ് SHO MP വിനീഷ് കുമാർ ഉദ്ഘാടനവും ലഹരി വിരുദ്ധ ക്ലാസും എടുത്തു. സാധാരണ രീതിയിൽ സർക്കാർ സംവിധാനം എന്ന് വെച്ചാൽ പോലീസ് അല്ലെങ്കിൽ എക്സൈസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ലഹരിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്നത്. ഞാനിവിടെ പരിയാരം സ്റ്റേഷനിൽ വന്നിട്ട് ഏകദേശം ഒരു 9 മാസത്തോളമായി. ആദ്യമായിട്ടാണ് പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന്, അതും ഒരു പറ്റം ചെറിയ കുട്ടികൾ വന്നിട്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നു, അതുപോലെ ഈ ഗ്രാമപ്രദേശത്ത് മയക്കുമരുന്നിനെതിരെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും അധികം അഭിനന്ദനീയം, ഒരു സംശയമില്ല. അപ്പോൾ ഒരു 5 ദിവസം കൊണ്ട് ഈ വീഡിയോ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുക, കുട്ടികളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഷോർട്ട് വീഡിയോ തയ്യാറാക്കിയത്. ചടങ്ങിൽ ശിശുവികസന പദ്ധതി ഓഫീസർ രേണുക പാറയിൽ വിശിഷ്ടാതിഥിയായി. C. ഷിബു അധ്യക്ഷത വഹിച്ചു. N. കാർത്തിയായനി, TV. ചന്ദൻകുട്ടി, ICDS സൂപ്പർവൈസർ BK സൗമ്യ, CP വേണു, K. ലാവണ്യ, അർജുൻ എന്നിവർ സംസാരിച്ചു. കുണ്ടയാട് അങ്കണവാടിയിലെ വർക്കർ P. കാർത്തിയായനി, അങ്കണവാടി കൗമാര ക്ലബിലെ കുട്ടികളുമാണ് അഭിനേതാക്കൾ. ലാവണ്യ ലക്ഷ്മണൻ സംവിധാനവും അതുൽ അരുൺ ക്യാമറയും ആശിഷ് അജിത്ത് എഡിറ്റിംഗും K. അതുല്യ ടെക്നിക്കൽ സപ്പോർട്ടും നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻകീഴ് ശ്രീ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തൊഴുതുവരവ് ചടങ്ങ് നടന്നു. മെയ് 7 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻകീഴ് ശ്രീ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തൊഴുതുവരവ് നടന്നു. ആയുധ സമർപ്പണം, ഉച്ചപൂജ, കൊടിയിലപ്പിടി, ഉച്ചത്തോറ്റം തുടങ്ങിയവയും നടന്നു. മെയ് 5-ന് കൊടിയിലപ്പിടി, ഉച്ചത്തോറ്റം, വെള്ളാട്ടത്തിന്റെ കൊടിയിലപ്പിടി, വൈരജാതനീശ്വരന്റെ വെള്ളാട്ടം,
വൈരജാതനീശ്വരന്റെ തിറയുടെ കൊടിയിലപിടി, മാഞ്ഞാളമ്മ തുടങ്ങിയവ ഉണ്ടാകും. മെയ് 6-ന് വെളുപ്പിന് 2 മണിക്ക് വൈരജാതനീശ്വരന്റെ തിരുപ്പുറപ്പാട് നടക്കും. രാത്രി 8 മണിക്ക് ചെറുകാനത്ത് ഭഗവതിയുടെ പുറപ്പാടും നടക്കും. വൈകിട്ട് 5:30-ന് വൈരജാതനീശ്വരന്റെ വെള്ളാട്ടം. സമാപന ദിവസമായ മെയ് 7-ന് രാവിലെ 9 മണിക്ക് ചെറുകാനത്ത് ഭഗവതിയുടെ പുറപ്പാടും 10 മണിക്ക് വൈരജാതനീശ്വരന്റെ പുറപ്പാടും തുടർന്ന് അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിർമ്മിത ബുദ്ധിക്ക് ഫാർമ കെമിസ്ട്രിയിലും ആരോഗ്യ മേഖലയിലും വരുത്തുന്ന പുതിയ മാറ്റങ്ങൾ പരിചയപ്പെടുത്തി തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ദേശീയ സെമിനാർ നടത്തി. ഫാർമസി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വിദഗ്ധർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. പുതിയ കാലത്ത് നിർമ്മിത ബുദ്ധിയെപ്പറ്റിയുള്ള മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സെമിനാറിൽ മംഗളൂരു നീറ്റെ കോളേജിലെ ഡോക്ടർ രേവണ സിദ്ധപ്പ, തമിഴ്നാട് ഈറോഡിലെ നന്ദ കോളേജിലെ ഡോക്ടർ ശിവകുമാർ, എറണാകുളം ലിസി കോളേജിലെ ഡോക്ടർ മനോജ് കുമാർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. രാജീവ് ഗാന്ധി ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പരിധാവി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് P ഷീബ മുഖ്യാതിഥിയായി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ B അരുൺകുമാർ, കൺവീനർ ഡോക്ടർ സത്യ, ഡോക്ടർ ശാന്തി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ടോത്ത് ഇലിഞ്ഞിത്തറ ഫ്രണ്ട്സ് സംഘടിപ്പിച്ച രണ്ടാമത് ഉത്തരമേഖലാ വോളിബോൾ മത്സരത്തിന് കണ്ടോത്ത് ശ്രീ കൂർമ്പ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ സമാപനമായി. ഫൈനൽ മത്സരത്തിൽ 1-3 സെറ്റുകൾ വിജയിച്ചുകൊണ്ട് ടീം റെഡ് കാറമേൽ വിജയികളായി. റിവർ സ്റ്റാർ പറവൂരും ടീം റെഡ് കാറമേലും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ 1-3 സെറ്റുകൾ നേടി ടീം റെഡ് കാറമേൽ വിജയികളായി. വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും മത്സരത്തിലെ വിശിഷ്ടാതിഥികളായ സ്റ്റേറ്റ് ഇന്റലിജൻസ് ഡിവൈഎസ്പി പ്രേമചന്ദ്രനും ഇന്ത്യൻ നാഷണൽ വോളിബോൾ താരം ജോമോൾ PJയും വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർ K രൂപേഷ്, മുൻ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, ദേശീയ വോളി താരം സച്ചിൻ കോറോം, K പ്രകാശൻ, K നാരായണൻ, VK ശശികുമാർ, TP ദിലീപ് കുമാർ, K വിജയൻ, TV സുജിത്ത്, രാകേഷ് VE, K സനൂപ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കശുമാവും കാണാമറിയത്തേക്ക്. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും കശുമാവിന് ചരമക്കുറിപ്പ് എഴുതുകയാണ്. കശുമാവും കാണാമറയത്താവുകയാണ്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായിരുന്ന കശുമാവിൻ തോട്ടങ്ങൾ ഇന്ന് വിസ്മൃതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. വളരെ അപൂർവം ചിലയിടങ്ങളിൽ മാത്രമേ കശുമാവിൻ തോട്ടങ്ങൾ ഉള്ളൂ. അത് മറ്റു വിളകൾ ഒട്ടും കൃഷി ചെയ്യാൻ പറ്റാത്തയിടത്താണെന്ന് മാത്രം. അതാകട്ടെ 1-2 ഏക്കർ മാത്രമേ കാണുകയുള്ളൂ താനും. മുമ്പത്തേലും വളരെയധികം കശുമാവ് ഇപ്പോൾ കുറഞ്ഞു വരെയുന്നു. മുമ്പ് നല്ല കശുമാവ് ഈ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നാമാവിശേഷമായി കൊണ്ട് വരെയുന്നില്ല. കശുമാവെല്ലാം മുറിച്ച് റബ്ബറും പിന്നെ കവുങ്ങും തെങ്ങും അതെല്ലാം വെച്ച് കശുമാവിനെ ആരും നോക്കുന്നേ ഇല്ല. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും കശുമാവുകളെ ഏറെ ബാധിച്ചു കഴിഞ്ഞു. കൃത്യമായി എത്തുന്ന തണുപ്പും ചൂടുമൊക്കെയാണ് കശുമാവിനെ നിലനിർത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതും ഉണ്ടാകുന്നില്ല. മെയ് മാസത്തിൽ നല്ല വിളവെടുപ്പ് നടക്കേണ്ട സമയമാണ്. മഴ കാരണം ഇപ്പോൾ വിളവെടുപ്പ് തന്നെ അവസാനിച്ച മട്ടാണ്. ഇത് കശുമാവ് കർഷകരെ ഈ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാരണമാകുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലെ ഇപ്പോൾ കശുമാവിൻ തോട്ടങ്ങളുള്ളൂ. അതിനും വലിയ ആയുസ്സില്ല താനും. മാറുന്ന കാലാവസ്ഥയും രോഗബാധകളും കശുമാവിന് ചരമക്കുറിപ്പ് എഴുതുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ശ്രീസ്ത സെന്റ് ആന്റണീസ് ദേവാലയം തിരുനാൾ മഹോത്സവം മെയ് 5-ന് സമാപിക്കും. തിരുനാൾ ദിനം നടന്ന സാഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ശ്രീസ്ത സെന്റ് ആന്റണീസ് ദേവാലയം തിരുനാൾ മഹോത്സവം മെയ് 5-ന് സമാപിക്കും. ഏപ്രിൽ 24-ന് വൈകുന്നേരം മുതൽ ആരാധന, ജപമാല, ദിവ്യബലി, നൊവേന എന്നിവ നടന്നു. റവറന്റ് ഫാദർ ജെയ്സൺ കൊല്ലറയത്ത് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു. നിരവധി വിശ്വാസികൾ അണിനിരന്നു. തുടർന്ന് ജീവകാരുണ്യ ആശീർവാദം നടന്നു. തിരുനാൾ ദിനം നടന്ന തിരുനാൾ ദിവ്യബലിക്ക് കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസ് ക്ലാരൻസ് പാലിയത്ത് കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ തെക്കുംപാട് വായനശാലയിൽ വരയും ചിരിയും പരിപാടി അരങ്ങേറി. പ്രമുഖ ചിത്രകാരനും അധ്യാപകനുമായ A. അനിൽകുമാർ പരിപാടി നയിച്ചു.
തൃക്കരിപ്പൂർ തെക്കുംപാട് വായനശാലയിൽ വരയും ചിരിയും പരിപാടി അരങ്ങേറി. ലൈബ്രറി കൗൺസിൽ ആഹ്വാനം ചെയ്ത വായനാ കളരി പരിപാടിയുടെ ഭാഗമായാണ് മധ്യവേനലവധിയിലെ കൂടിച്ചേരൽ. നിരവധി കുട്ടികൾ പങ്കെടുത്ത പരിപാടി പ്രമുഖ ചിത്രകാരനും അധ്യാപകനുമായ എ അനിൽകുമാർ നയിച്ചു. ഹൃദിഷ്ണ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സാന്ദ്ര മനോജ്, അനുഷ്ക ടി.പി. എന്നിവർ സംസാരിച്ചു. കുട്ടികൾ വരച്ച ചിത്രങ്ങൾ കൈയെഴുത്തു മാസികയിൽ പ്രസിദ്ധീകരിക്കും. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കാളികളായത്. കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. പാലക്കുന്ന് കുഞ്ഞാൽത്തറ മെട്ട വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും, മണക്കാട് കോട്ടുപറമ്പ് മടയിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നിന്നും, കരിവള്ളൂർ തെരു ശ്രീ മടപ്പള്ളി സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഗമിച്ച ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്ക് കരിഞ്ചാമുണ്ടിയുടെ പുറപ്പാടുണ്ടാകും. പകൽ കന്നിക്കൊരുമകൻ, പടവീരൻ, രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വേട്ടയ്ക്കൊരുമകൻ ഈശ്വരൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. രാത്രി 9 മണിക്ക് പ്രാദേശിക വനിതാ കമ്മിറ്റികളുടെ നൃത്തപരിപാടി അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.